നമ്മൾ പല ആൾക്കാരും എത്രയൊക്കെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പല ആൾക്കാർക്കും അത് കൃത്യമായിട്ട് നടക്കാറില്ല. കാരണം നമ്മുടെ റിയാലിറ്റി അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇതിനെ പറയുന്ന പേര് റിയാലിറ്റി സ്പ്ലിറ്റ് എന്നാണ്. അതായത് ഞാൻ വളരെ ധനികനാണെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ ബാങ്ക് ബാലൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പം വളരെ കുറവ് എമൗണ്ടേ ഉണ്ടുള്ളൂ. അപ്പം നമ്മളോട് തന്നെ ഒരു ലൈവ് പറയുന്ന പോലെ നമുക്കൊരു നിരാശ ഫീൽ ചെയ്യും. അപ്പം ഈ ഒരു സംഭവം വളരെ അക്യൂട്ടായിട്ട് വരുമ്പോഴാണ് പല ആൾക്കാരും ഈ സംഭവങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ, ഒരു പ്രാക്ടിക്കാലിറ്റി വരുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഗെയിം കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ ആ സമയത്ത് ഞാൻ പറയാം, എൻ്റെ ധനം ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഓപ്പർച്യൂണിറ്റികളെയും എനിക്ക് വരുന്ന എൻ്റെ ഒരു ദിവസത്തിൽ വരുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസിനെയും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? എൻ്റെ കയ്യിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യും. എനിക്ക് പോസിറ്റീവായിട്ട് മാറുന്ന രീതിയിൽ ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. തിങ്ക് അബൌട്ട് ഇറ്റ്.